നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവളത്ത് സിവിൽ പോലീസ് ഓഫീസറെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കോവളം വെള്ളാർ ഒലിപ്പുവിള അനിൽ ഭവനിൽ അഖിലാണ് മരിച്ചിരിക്കുന്നത്. 27 വയസ്സ് മാത്രമാണ് പ്രായം. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നിരിക്കുന്നത്. 2.5 വർഷം മുമ്പ് പോലീസിൽ പ്രവേശിച്ച അഖിൽ തിരുവനന്തപുരം എയർ ക്യാമ്പിലായിരുന്നു. വയനാട്ടിൽ നിന്നെത്തിയ ഒരു യുവതിയുമായി അഖിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം യുവതിയെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഒരു ദിവസം പിന്നിടുമ്പോഴേക്കുമാണ് അഖിലിന്റെ മരണവും സംഭവിക്കുന്നത്. അതും ആത്മഹത്യയാണ്. യുവതിയെ കിടപ്പുമുറിയുടെ ഫാനിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇതറിഞ്ഞ് യുവതിയുടെ മരണം അറിഞ്ഞ് അഖിൽ ആശുപത്രിയിലെത്തിയിരുന്നു. യുവതിയുടെ മൃതദേഹം കണ്ട ശേഷം വീട്ടിലെത്തിയ അഖിൽ പിന്നീട് പോലീസ് ക്യാമ്പിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോയത്. 1 മണിക്കൂറിനുള്ളിൽ തിരികെ എത്തിയത് കണ്ട് മാതാവ് കാര്യം തിരക്കിയെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല. പ്രത്യേകിച്ച് മാതാവിന് സംശയങ്ങളൊന്നും തന്നെ തോന്നിയില്ല. കാർ വാങ്ങിയതും പോസ്റ്റ് ഓഫീസിലുള്ള പണത്തിൻ്റെയും കണക്കുകളും കാണിച്ച് രാത്രി 2:15 കൂടെയുള്ള സുഹൃത്തിന് ഒരു വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാവിലെയാണ് ആത്മഹത്യ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ കാപ്പി തയ്യാറാക്കിയ ശേഷം മാതാവ് വിളിച്ചെങ്കിലും മുറിയിൽ നിന്ന് മറുപടിയില്ലായിരുന്നു. തുടർന്ന് ബെഡ്റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ മൃതദേഹം കാണപ്പെട്ടത്. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം എയർ ക്യാമ്പിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. ഏതായാലും എന്താണ് യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നാലെ തന്നെ യുവാവും ആത്മഹത്യ ചെയ്യാൻ പിന്നിലുള്ള കാരണം എന്നുള്ളതും പോലീസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 2 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. കോട്ടയം ശാസ്ത്രീയ റോഡിലെ ഹോട്ടലിൽ കമിതാക്കളെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. വീട്ടുകാർ വിവാഹബന്ധത്തിന് സമ്മതിക്കാത്തതാണ് മരിക്കാൻ കാരണമെന്നാണ് ഇവരുടെയും ആത്മഹത്യാ കുറിപ്പുകൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. 20-കാരി ആസിയയും 23-കാരൻ നന്ദുകുമാറും 2 മാസം മുമ്പാണ് പ്രണയത്തിലായത്. വിവാഹം നടത്തണമെന്ന വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 2 പേരുടെയും വീട്ടുകാർ എതിർത്തു. ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച വൈകിട്ട് ശാസ്ത്രീയ റോഡിലെ ഹോട്ടലിൽ മുറിയെടുത്ത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഹോട്ടലിലെ ചെക്കൗട്ട് സമയം കഴിഞ്ഞിട്ടും ഇരുവരും കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ഇരുവരുടെയും വീട്ടുകാർക്കുള്ള കത്ത് എന്ന രൂപത്തിലായിരുന്നു ആത്മഹത്യാക്കുറിപ്പ്. മുമ്പൊരിക്കൽ 2 പേരും വീട് വിട്ട് ഒന്നിച്ചിറങ്ങിയിരുന്നു. അന്ന് ബന്ധുക്കൾ എത്തിയാണ് ഇരുവരെയും വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വ്യാഴാഴ്ച ആസിയെ കാണാതായതിന് പിന്നാലെ വീട്ടുകാർ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം വെസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുന്ന പോലീസ് ഇരുവരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും.